അമേരിക്കയും അതുപോലെ ഇറാനും വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കെ അഥവാ ആ ഒരു യുദ്ധമുഖങ്ങൾ തുറക്കാൻ പേടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഒരു വലിയ പ്രഖ്യാപനം ഇങ്ങോട്ട് നടത്തിയിട്ടുള്ളത്. ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെ ഞങ്ങളുടെ രാജ്യത്തെ അതിക്രമം നടത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം അനുഭവിപ്പിച്ചിട്ട് തിരിച്ചയക്കുള്ളൂ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോ സഖ്യവും കൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഒക്കെയും ഞങ്ങൾക്കെതിരെ യുദ്ധകോലാഹലങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഉരുമ്പെട്ട് വരുന്ന രംഗങ്ങളൊക്കെ കാത്തും കണ്ടും മനസ്സിലാക്കി വരിക മാത്രം ചെയ്യുക. അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു രാജ്യമല്ല, ചൈനയും റഷ്യയും അതേപോലെ എൻ്റെ രാജ്യവും വളരെ ഭംഗിയായിട്ട് നിങ്ങളെ തിരിച്ചടിക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അതിൽ യാതൊരു ആശങ്കയും ഞങ്ങളുടെ രാജ്യത്തിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്താ അങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പം നടത്താൻ കാരണം? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് അഥവാ 2025 ഡിസംബർ 29 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ഒരു ബൃഹത്തായ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ആ ഒരു കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രഖ്യാപനം ഒരു പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇസ്രായേൽ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതിയായിരിക്കും. അതിന് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറയുന്നത് പോലെ ആദ്യമേ അങ്ങ് പറഞ്ഞു വെച്ചു, നിങ്ങൾ പാശ്ചാത്യ ലോകം മുഴുവനും ഞങ്ങളെ തകർക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല അതിനെ പരാജയപ്പെടുത്താൻ തയ്യാറായി മുന്നോട്ട് വരിക. ഞങ്ങളെ കൂടെ റഷ്യ ഉണ്ടാവും, ചൈന ഉണ്ടാവും, ഉത്തര കൊറിയ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വന്നാൽ മതി. അല്ല എങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ പരാജയപ്പെടുത്തിയത് ആരും മറന്നിട്ടില്ല എന്നുകൂടി ഒരു കൊടുക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് എന്ന് പറയുന്നതിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, ആ ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ട്രംപുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നേരത്തെ അനൗൺസ് ചെയ്തതാണ് നെതന്യാഹു. പക്ഷേ അത് ഇന്നാണ് നടക്കാൻ പോകുന്നത്. എന്തായിരിക്കും അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഈ ഒരു 6 മാസം ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ വാഗ്വാദാനങ്ങൾ മാത്രമല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്ര പ്രശ്നങ്ങളൊന്നും ലോകത്തുണ്ടായിട്ടുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അമേരിക്കയുടെ അനുമതിയോടുകൂടെ ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ അത് ലോകമെമ്പാടും പിടിച്ചു കുലുക്കാൻ പറ്റുന്ന ഒരു പുതിയ സ്റ്റെപ്പായിരിക്കും. അഥവാ യുദ്ധത്തിലേക്ക് അവർ വീണ്ടും ചെന്നടക്കുകയാണെങ്കിൽ അത് അമേരിക്കയും സഹിക്കേണ്ടി വരും, ഇസ്രായേലും സഹിക്കേണ്ടി വരും. പാശ്ചാത്യ ലോകം മുഴുവനും അതിൻ്റെ അലയൊലികൾ അത്രമേൽ ഭീകരമായിട്ട് അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അതിൻ്റെ പരിണിതഫലം ലോകത്തെമ്പാടും ജീവിക്കുന്ന ആളുകൾക്കൊക്കെയും ഉണ്ടാകും. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് മുഴുവനും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു പക്ഷേ അവരെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ള സൈനിക ക്യാമ്പുകൾക്കെതിരെ കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിൻ്റെ ക്യാമ്പിലിട്ടതുപോലെ എന്തെങ്കിലും ഒരു മിസൈൽ ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ അതോടുകൂടെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും അരക്ഷിതാവസ്ഥ പടരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നൊരു ദിവസമാണ്. നമുക്ക് ആഗ്രഹിക്കാം എന്താണെങ്കിലും സമാധാനത്തിന് വേണ്ടിയാകട്ടെ അവരുടെ ചർച്ചയുടെ ലാസ്റ്റ് ഭാഗം തൂരിത്തിരിഞ്ഞു വരുന്നത് എന്ന ആകാംക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം. പക്ഷേ ഒന്ന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാം, അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് ആയുധ കച്ചവടത്തിൽ അഥവാ ഇസ്രായേലിന് കൈമേ മറന്നുകൊണ്ട് ആയുധങ്ങൾ കൊടുക്കുന്നതിന് ഏറെക്കുറെ തടസ്സങ്ങളുണ്ട്. ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമേ പഴയ പോലെയല്ല, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചാൽ മാത്രമേ കൈമേ മറന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ അമേരിക്കയ്ക്ക് സാധിക്കുള്ളൂ. അതിന് ഒരു കാരണമുണ്ട്. അവിടുത്തെ GDP എന്ന് പറയുന്നത് വളരെയേറെ കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പട്ടിണി പാവങ്ങളുടെ കഷ്ടപ്പാടുകൾ, അവിടുത്തെ രാജ്യത്തിൻ്റെ പുരോഗതികളുടെ മുൻനിർത്തിയുള്ള ചർച്ചകൾ ഒക്കെ ഈ അമേരിക്ക ഇസ്രായേലിനെ വലിയ രൂപത്തിൽ സഹായിക്കുന്നതിന് പിന്നാക്കം കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വപ്നതുല്യമായിട്ടുള്ള പദ്ധതിക്ക് ഒരു അണുയിണ വ്യത്യാസമില്ലാതെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലും അവർ പ്രഖ്യാപിക്കുകയും അവിടെ അംഗീകാരം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ നിന്ന് സൊമാലി ലാൻഡ് അടക്കം അവർ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ സർവൈലൻസ് അവരുടെ നിരീക്ഷണം വളരെ വിശാലമായി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഹിഡൻ അജണ്ട കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എന്താണെങ്കിലും ഇവർക്ക് കിട്ടിയ അവസരം അമേരിക്കയെ കൊണ്ട് തീർപ്പ് കൽപ്പിക്കുക എന്ന് തന്നെയാണ് നെതന്യാഹു ഇത്രയും നാളും ഇന്നും വിചാരിക്കുന്നത്. അഥവാ ഇറാനെ തകർക്കുക, മിഡിൽ ഈസ്റ്റ് മുഴുവനായിട്ട്
പൂർണ്ണമായിട്ട് നമ്മുടെ അധീനതയിലേക്ക് കൊണ്ടുവരിക, അതിലൊരു പാപ സർക്കാരിനെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് അവർ പറയുന്നത് പോലെ ഭരണം നടത്തുക, അവിടെയുള്ള എല്ലാ ധാതുക്കളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഡെപ്പോസിറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രകൃതി സമ്പത്തുകളും ഇവരുടെ സിംഹാസനത്തിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാലത്തെ ഒരു കരുതലുകളും അതുപോലെ തന്നെ പ്ലാനിങ്ങുകളൊക്കെയാണ് ഇനി നടപ്പിലാക്കാൻ പോകുന്നത്. പക്ഷേ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലക്ക് കഴിഞ്ഞ ജൂണിൽ ഒരു അറ്റാക്ക് നടത്തിയിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു പോയി. എല്ലാ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ കൊണ്ടുപോയി ഇട്ടിട്ട് പോലും അവർക്ക് യാതൊരുവിധ പരിക്കും പറ്റിയില്ല എന്ന് സങ്കടത്തോടെ ലോകത്തിന് മുമ്പിൽ പറയുന്നതും വൈറ്റ് ഹൗസ് തന്നെയാണ്. ഇനി ഏത് അറ്റം വരെ പോകുമെന്ന് ചോദിച്ചാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇനിയൊരു യുദ്ധം ഞങ്ങളായിട്ട് തുടങ്ങില്ല, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് തന്നെ നിർത്തേണ്ടി വരും. നിങ്ങൾ അസമയത്ത് സീസ്ഫയർ എന്ന് പറഞ്ഞിട്ട് വരരുത് എന്നുകൂടിയും തമാശ രൂപേണ അബ്ബാസ് പെഷഷ്കിയാൻ, മസൂദ് പെഷഷ്കിയാൻ അവിടുത്തെ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്നുണ്ട്. അബ്ബാസ് എന്ന് പറയുന്ന ആൾ ഒരു വിദേശകാര്യ മന്ത്രിയാണ്, പ്രതിരോധ മന്ത്രി എങ്ങാനാണെന്ന് തോന്നുന്നു. അദ്ദേഹമല്ല, ഇപ്പം മസൂദ് പെഷഷ്കിയാനാണ് അവിടുത്തെ പ്രധാനമന്ത്രി. അയത്തുള്ള ഖാംനിയാണ് പരമോന്നത നേതാവ്. അദ്ദേഹത്തിൻ്റെ തണലിൽ ഈ മസൂദ് പെഷഷ്കിയാൻ പറയുന്നത് ഞങ്ങളായിട്ട് നിർത്തൂല, പക്ഷേ ഞങ്ങളായിട്ട് തുടങ്ങുകയുമില്ല. തുടങ്ങിയാൽ നിർത്താൻ ഇനി ലോകത്ത് ആര് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അത്രമേൽ അജയ്യമാണ് ഞങ്ങളുടെ സൈനിക ബലം, ഞങ്ങളുടെ സംഘശക്തി. അതോടൊപ്പം തന്നെ ഞങ്ങളെ കൂടെ നിൽക്കുന്നവരും ഉറച്ചു നിൽക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ പകുതിക്ക് വെച്ച് ഓടിപ്പോകുന്ന ആളുകളല്ല. യൂറോപ്യൻസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ഇപ്പം അടുത്തായിട്ട് പറഞ്ഞു. ജർമ്മനിയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, UK വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നിടത്തു നിന്നാണ് ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നെടുത്തിട്ടുള്ളത്. വെറുതെ പറയുന്ന വാർത്തകളല്ല, നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇറാനിയൻ പത്രത്തിൻ്റെ ഈ ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വെബ് പോർട്ടലിൽ പോയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചേരിതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ആലോചന നടത്തുന്നത് യൂറോപ്യൻ കൺട്രിയും അതുപോലെ അമേരിക്കയും ഇസ്രായേലുമാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഇറാനിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങളതൊക്കെ വസ്തുനിഷ്ഠമായി അത് മോണിറ്റർ ചെയ്തു വരുന്നു. കൃത്യമായി അതിനൊക്കെ തിരിച്ചറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഒരർത്ഥശങ്കക്കിടമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ എത്ര വലിയ ആത്മാഭിമാനമാണ് അവിടെ കാത്തു സൂക്ഷിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മാഭിമാനമില്ല. കാരണം ആ ഉള്ളിൽ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ട്. കാരണം ഇവരുടെ പ്രശ്നത്തിൽ ഒരുപാട് സമ്പത്തുകളൊക്കെ അവിടുത്തെ ഖജനാവ് തന്നെ കാലിയായി പോയിട്ടുണ്ട്. ഇനി ഒരു പുതിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇസ്രായേൽ. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് ഒരു പടി പിന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മിക്കവാറും ഇറാനും ഇസ്രായേലും വലിയ രൂപത്തിൽ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇറാൻ്റെ ഈ ഒരു അക്രമം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ നെതന്യാഹു ഇന്നിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ജയിലിൽ പോയിരിക്കേണ്ട ഒരു ഗതികേട് നെതന്യാഹുവിന് ഈ പ്രശ്നം ഇല്ലാതായി പോയാൽ ഉണ്ടാകുമെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ യുദ്ധതന്ത്രജ്ഞന്മാരും പറയുന്നത് പോലെ കൃത്യമായി ഒരു ഫുൾ സ്കെയിൽ പ്ലാൻ അഥവാ ബ്ലൂ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു പദ്ധതി ഈ ഇസ്രായേൽ ഇറാൻ ആക്രമണ പരമ്പരയുമായിട്ട് അമേരിക്കയുടെ ട്രംപിൻ്റെ മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചിട്ട് കൃത്യമായി അതിനൊരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ 24 hours ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് അതൊരു അറ്റാക്ക് തുടങ്ങിക്കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. തുടങ്ങാതെ വളരെ ഭംഗിയായിട്ട് ഈ ലോകം ഇനിയും ശാശ്വതമായ സമാധാനവുമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം. പക്ഷേ നെതന്യാഹുവിനെ നമുക്ക് കണ്ടോടത്തോളം മനസ്സിലായ സ്ഥിതിക്ക് കേട്ടോടത്തോളം മനസ്സിലായ സ്ഥിതിക്ക് ഒരു യുദ്ധം അനിവാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി.